ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് അമ്പലത്തേക്ക് പോയോണ്ടിരിക്കട്ടോ. ഇവിടെ അടുത്ത അമ്പലം കണ്ടിട്ടുണ്ടല്ലോ, അയ്യപ്പ ക്ഷേത്രമുണ്ട് തൊട്ടടുത്താട്ടോ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരുമായിരുന്നു. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ സോനുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയി തൊഴുത് അമ്മോൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിക്കേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് എഴുതിയിട്ട് അപ്പോൾ ഞാനും സോനുട്ടനും അമ്പാടിയും കൂടി ആട്ടോ പോണത്. അപ്പോൾ പോരുമ്പോഴാണ് അമ്പലത്തേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാ ഞങ്ങൾ അമ്പലത്തേക്ക് എത്താനായിട്ടോ. അപ്പോൾ സോനുട്ടനും അമ്പാടിയും കൂടി ഇതാ മുന്നിൽ അങ്ങനെ നടന്ന് പോകണം കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളൊന്ന് വേഗം പോയിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് വേഗം വരട്ടെ കേട്ടോ. കുപ്പായിരണം പാടി അമ്പലത്തിൽ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ല. അപ്പോൾ അതാ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ അവർക്ക് ഓരോ ഗ്ലാസ് പായസം കൊടുത്തിട്ട് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അവൻ്റെ പിറന്നാളാണോ ചോദിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് അവിടെ. അപ്പോൾ അവിടെ എഴുതായിരിക്കണം ചേച്ചി ചോദിച്ചിട്ട്. അപ്പോൾ ആന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അവന് ഒരു ഗ്ലാസ് പായസം കൊടുത്തു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പിന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, അവൻ്റെയും അമ്പാടിയും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി കുറച്ച് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആരൊക്കെ വരാമെന്നൊന്നും അറിയില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അവിടെ മുന്നിൽ നടക്കേ, വേഗം നടക്കേ. ഇപ്പം അമ്പാടി തൊഴുത് പായസം കുടിച്ചു. അമ്പാടിക്ക് ഇന്ന് പിറന്നാളാണ് അമ്പാടിക്ക് സോനിന് പായസം തന്നത്. ഓടണ്ട വീഴുട്ടോ. കുളം നടക്കേ. നടക്കോട്ടിലെത്തി ഓടെ ചെയ്തിട്ടോ, വണ്ടികൾ വരും കേട്ടോ. അമ്പാടിയേ പൂക്കൾ കാണാൻ ഞാൻ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ കേട്ടാ പോണത്. ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ എടുത്തു. എന്താ പറയുക, നേരം വൈകി അമ്പലത്തിൽ പോയി വന്ന് ചായപ്പൊടി കഴിഞ്ഞപ്പോൾ നേരം വൈകി. അപ്പോൾ ഞാൻ വീട്ടിലെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോയി വെച്ചിട്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരന്മാരെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരൊക്കെ വരുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇതുണ്ടാക്കിയ വീഡിയോസൊക്കെ എടുക്കാമല്ലോ വെച്ചിട്ടേ. അപ്പോൾ അധികം സാധനം ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറും കറി സാമ്പാറാണ് ഉണ്ടാക്കിയത്. പിന്നെ മോരുണ്ടായിരുന്നു, അതേപോലെ മോരിൽ കുറച്ച് ചീനമ്മ അടിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഒരു മോരുണ്ടാക്കി. പിന്നെ അതേപോലെ അച്ചാറും പുളിയഞ്ചി പിന്നെ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലും കുറച്ച് മസാലക്കറിയും പയറുപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, പിന്നെ കൊണ്ടാട്ടം ഉണക്കി വെച്ചിരുന്നു. അപ്പോൾ അതിന് കുറച്ചിട്ട് വറക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കിയത് സേമിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിച്ചിട്ട് അവന് കേക്ക് മുറിച്ചിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കേക്ക് കൊടുത്തിട്ടുണ്ട്, മുട്ടായി ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കാം കേട്ടോ. അപ്പോൾ അമ്മ ആ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കയിന്ന് അങ്ങോട്ട് നോക്കി അമ്പാടി ഇവിടുത്തെ കുട്ടിയല്ലേ അതുപോലെ നോക്കുന്നത്. ഞാൻ ഇന്ന് ചെറിയ ഒരു വയസ്സിലെ പറഞ്ഞാളി. ഇനി അടുത്തത് വരുന്നുണ്ട്.
ഇനി എൻ്റെ കുട്ടിയുടെ എൻ്റെ സോനുവിൻ്റെ അല്ല അമ്പാടിയുടെ ഇന്ന് ചോറ് കൊടുക്കാം. താഴ്ത്തിരിക്കല്ലേ എല്ലാവർക്കും കൂടി. അല്ലാതെ അവിടെ അപ്പോൾ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് അവർക്ക് ചോറ് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് സോനിന് കൊടുക്കണം, വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി പോയിട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തു. അപ്പോൾ ആദ്യം സോനിന് കൊടുത്തിട്ടോ. സോനിന് കൊടുത്തിട്ട് പിന്നെ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. അപ്പോൾ അവൻ്റെ 3 കൂട്ടുകാരന്മാർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് വേഗം ഭക്ഷണം കൊടുത്തു, കാരണം കുറച്ച് നേരം വൈകിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിക്കും അല്ല സോനൂട്ടനും മറ്റേ കുട്ടിക്കും വലിയ ഇല കൊടുത്തത്. പോനും വേണം, ഓന് ചെറിയ ഇല കൊടുത്ത്, പോന് ചെറിയ ഇല പറ്റൂല, ഓനും ആണ് വലിയ ഇല. അപ്പോൾ ഓനോ നടുവിലാണ് ഇരുത്തിയിട്ട് അവരെ നടുവിലിരുത്തിയിട്ട് അപ്പോൾ അവനും ചോറ് എടുത്തപ്പോൾ അവനത് അങ്ങനെ ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കൂടെ പണിയെടുക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഒരു രണ്ടർക്കും മേശപ്പുറത്ത് വെച്ചെടുത്തു. അപ്പോൾ അവരവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണിക്കാത്ത എന്താ പറയുക, അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അവരെ കാണിക്കാത്തത്. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏട്ടന് ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാൻ. അപ്പം അതാണ് അവരെടുക്കാത്ത കേട്ടോ. അപ്പോൾ അത് ആ മക്കളോട് ഇന്ന് കഴിക്കണ്ടേ, ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ പറ്റും. ഞാനും അമ്മയും മാത്രമേ കഴിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് അപ്പോൾ ഇനി ഇവർ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ കേട്ടോ. അപ്പോൾ മക്കളായിരുന്നു അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ സോനുവിനാണെങ്കിലോ ഇങ്ങനത്തെ കറികളെല്ലാം ഇട്ടപ്പോഴും ഭയങ്കര മടി കഴിക്കാൻ. അപ്പോൾ ഞാൻ എല്ലാതും കഴിക്കാൻ പറയണം. ഇന്നത്തെ ദിവസം എല്ലാതും കഴിക്കണം എന്ന് പറയണം. അത് ഒക്കെ തിന്നണം, ഒന്നും കളയാൻ പാടില്ല. എല്ലാതും തിന്നണം. അങ്ങനെയൊക്കെ ഉണ്ട്, ഒക്കെ തിന്നണം. അമ്പാടിയൊക്കെ വിലയും കൊണ്ട് പോയി അവൻ്റെ മൂട്ടിലേക്ക് എത്തിയിരുന്നു. രണ്ടാമത് കൊടുക്കണില്ലല്ലോ. ആണേട്ടാ ഞാൻ ഇറച്ചി അത്ര അമ്പാടിക്ക് അടക്കാണ്. വെറും ബിരിയാണിയിലാണോ അന്റെ പോലെ? ബിരിയാണി, ഇറച്ചി, മീൻ. ആർക്ക് ചോറിനെല്ലാം കഴിഞ്ഞ് അവരൊക്കെ നീച്ച് പോയി കഴിഞ്ഞ് ഞാനും അമ്മ ഇരുന്നിട്ട് ചോറിന്. അപ്പം ചോറിനാൻ വിശന്നിട്ടാണ് ഒരു വിധമായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും അമ്മയും ഓരോ പ്ലേറ്റൊക്കെ എടുത്തിട്ടായി തന്നെ ഇട്ടിട്ടാണ് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ വന്ന കുട്ടിയും കൂടി അവർ കഴിച്ച് അവർ പോയി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇരുന്നത് ചോറിനാൻ. അപ്പോൾ ഇതാ പ്ലേറ്റിൽ കിണ്ണത്തിൽ ഞാൻ ചോറും കറിയും എല്ലാതും ഒരുമിച്ചായിട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പം എൻ്റെ ഭക്ഷണം കഴിക്കാൻ കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും ഇട്ടരുത്, കാരണം വിശന്നിട്ടുള്ള കഴിക്കലാട്ടോ കഴിക്കുന്നത്, വാരി വലിച്ച് തിന്നട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാതും കൂടി കണ്ടപ്പോഴേ തിന്നിട്ട് പോകണമില്ല, എന്നാലും വിശപ്പോണ്ട് അങ്ങോട്ട് തിന്നട്ടോ. സോനുവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഓനോൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വിളിക്കണമെന്ന്. പക്ഷേ ഒരു കൂട്ടുകാരൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ മറ്റേ കുട്ടികൾ വരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു കേട്ടോ. അവരിനി എപ്പോഴാണ് എത്തുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനും അമ്മയും എന്താ പറയുക കഴിച്ച് ഞങ്ങളിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമ്പാടി സോനുട്ടൻ്റെ ചെറിയ പിറന്നാൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.